നല്ല നെരിപിരി കൊണ്ട ട്രെയിലറാണ് കേട്ടോ. നല്ല വെടിക്കെട്ട് സാധനം, പ്രതീക്ഷിക്കാനുള്ള സാധനമുണ്ട്. എടാ മോനെ അണ്ണൻ, അതാരാ അത്? ഹലോ, ഈസി സീരി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വൈകുന്നേരം ആയപ്പോ ഉണ്ടല്ലോ ചവറ് പോലെ ടീസറുകൾ വന്നിട്ടുണ്ട്. അപ്പോ മച്ച് അവൈറ്റഡ് ആയിട്ടിരുന്ന ഒരു വെടിക്കിട്ട് സാധനം എന്ന് പ്രതീക്ഷിക്കാവുന്ന റൈഫിൾ ക്ലബിന്റെ ടീസർ വന്നിട്ടുണ്ട്. ട്രെയിലർ ആയിട്ടോ വന്നേക്കുന്നത്, ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ദിലീഷ് പോത്തൻ ഭയങ്കര ലിസ്റ്റാ. കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുമ്പോഴത്തേന് ഒരു കൂട്ടം ആൾക്കാർ തന്നെ ഉണ്ട് സ്റ്റാറിംഗ് എന്ന് പറയാനായിട്ട്. ദിലീഷ് പോത്തൻ, ഹനുമാൻ കൈൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹനുമാൻ കൈൻഡ് ഒക്കെ ഒരു ലീഡ് റോളിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റെക്സ് വിജയൻ മ്യൂസിക് ആണ്. പുള്ളിയൊക്കെ അന്ന് എനിക്കൊന്ന് വരത്തനല്ല, പറവയൊക്കെ റെക്സ് വിജയൻ ആയിരുന്നു. പുള്ളിയെ മിസ് ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു സംഭവമാണ്. പുള്ളിയുടെ മ്യൂസിക് ഒക്കെ ഒന്ന് കേൾക്കാം. അപ്പം റൈഫിൾ ക്ലബിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. 3 മിനിറ്റിനുണ്ട് കേട്ടോ സാധനം. ഇപ്പൊ കുറച്ചുണ്ട് സാധനം. എന്നെ അന്ന് കാണണമല്ലോ, ഒന്നും വിട്ടുപോകാൻ പാടില്ല, എല്ലാം കേൾക്കണം. വോളിയം കൂട്ടി വെക്കട്ടെ. ട്രെയിലർ കാണാം. മാവിന്റെ മണ്ടയിൽ ഒരു പഴുത്ത മാങ്ങ കിടക്കുവാണേ, നമ്മൾ ഉന്നം പിടിച്ച് എറിഞ്ഞിട്ടേ ലക്ഷ്യം ഭേദിച്ചേ എന്ന് പറഞ്ഞ് നടന്ന് വീട്ടിലേക്ക് പോകണോ ചെയ്യാറ്? ആ മാങ്ങ തിന്നുന്നതല്ലേ ഇതിന്റെ റിവാർഡ്. അല്ലേ? അത്രേ ഉള്ളൂ കണ്ടി. പ്രശ്നക്കാരുടെ ഒരു കുടുംബം ക്ലബ്. അമ്പോ, വർഷത്തെ അത്താഴമാണോ ഇത്? അന്ത്യത്താഴമാണോ ഇത്? IV ശശിയുടെ മൃഗയ ചിത്രം റിലീസായതോടെയാണ് സുഹൃത്തുക്കളെ അത് സംഭവിച്ചത്. തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി 3.5 മാസത്തോളം മമ്മൂട്ടി എന്ന യുവപ്രതിഭ എടക്കൽ ഗുഹയിൽ താമസിച്ച് ഹോളിവുഡ് രീതിയായ മെത്തേഡ് ആക്ടിംഗ് പരിശീലിച്ചത്രേ. അതിനിപ്പോ ഞാനെന്താണ് ചെയ്യേണ്ടത്? വേട്ടമൃഗം നല്ല ഒന്നാന്തരം തീമ, രക്തരൂക്ഷിതമാ, അക്രമ നിമിടവും. അത് ഷാമോൻ ചെയ്യണം. അതിനു മുന്നേ ആ റോസാപ്പൂ കൈ തുപ്പാക്കി വിളയാം. ഈ കാണുന്ന അവിടുത്തെ ആസ്ഥാനം അടിക്കായിരുന്നു. വണ്ടേ പോയി. 3-ാമത്തെ ആള് വിത്തിയെ കയറാൻ സമയമായിട്ടില്ല, എന്നാലും ക്ലാമ്പ് പൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് മട്ട്. ഞാൻ പറഞ്ഞേ, ചലച്ചിത്ര താരങ്ങൾക്ക് തോക്ക് മരിയൊക്കെ പിടിക്കാൻ പോലും അറിയത്തില്ല. മോനിപ്പോ പിടിച്ചിരിക്കുന്ന കണ്ടാലുണ്ടല്ലോ, പൊട്ടുമോനെ മാറ്റിപ്പിടി അങ്ങനെ പറയാൻ തോന്നുന്നു. ശിക്കാരി ശമ്പു ഫ്രണ്ട്സും അങ്ങോട്ടാ. ടീമാണല്ലോ. 90s 80s ഒക്കെ ആട്ടോ പിടിച്ചേക്കുന്നത്. മോയെ അണ്ണൻ. കട്ടുപന്നി സസ്ക്രോഫാന്ന് ശാസ്ത്രനാമം. സുപ്രീം സുന്ദർ. അതോടെ കണ്ടില്ലേ? ആളിച്ചിരി ചിമിട്ടനാ. നല്ല സ്കിൽസ് ഉണ്ട് കേട്ടോ ഹനുമാൻ കൈൻഡിന്. വാർഷികത തന്നെയാണോ DOP. അതാരാ അത്? ശ്യാം പുഷ്കരൻ, ഗിരീഷ് കരുണാകരൻ. 0.32 വരും. റൈഫിൾ ക്ലബ്. तूने जाके पुट्टू खट्टा खा गया, सबको लेके जा. तूने जाके पुट्टू खट्टा खा गया, सबको लेके जा. കുട്ടനർത്ഥം കഴിച്ചിട്ടോ അവന്മാരെ കൂട്ടിക്കള. എക്സ്മസ് 2024. 3 മിനിറ്റ് പോയതായിരുന്നില്ല കേട്ടോ. അടിപൊളി ടീസർ ട്രെയിലർ. ഇനിയിപ്പം ആ ബൈക്കിൽ കയറി വരുന്ന ആൾ ആരാണെന്ന് കൂടെ അറിഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിലാവാൻ നല്ല സാധ്യതയുണ്ട്. പുള്ളി ഇങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ.
ഒരു കൂട്ടം റൈഫിൾ ക്ലബിനകത്ത് നടക്കുന്ന സംഘർഷണമായിരിക്കും. അത് മാസ്മരികമായിട്ടുള്ള രീതിയിൽ നമ്മുടെ തല്ലുമാല, പിന്നെ അഞ്ചക്കള്ള കൊക്കാൻ, വരത്തനിലെ ക്ലൈമാക്സ് എന്ന രീതിയിൽ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നതായിരിക്കുമോ? പക്ഷെ നല്ല നെരിപിരി കൊണ്ട ട്രെയിലറാണ് കേട്ടോ. നല്ല വെടിക്കെട്ട് സാധനം. കൊള്ളാം കേട്ടോ. സാധനമൊക്കെ അടിപൊളിയാ. അനുരാഗ് കശ്യപ്പൊക്കെ ഉണ്ട്. ഇനി പുള്ളി ആയിരിക്കും മെയിൻ വില്ലൻ. ദിലീഷ് പോത്തൻ മെയിൻ നായകനും. ഹനുമാൻ ഖാനിന്റെ ഒക്കെ പേര് ട്രെയിലറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാണി വിശ്വനാഥ്, ദർശന രാജേന്ദ്രൻ. ഹനുമാൻ ഖാനിന്റെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. കൊള്ളാം, നൈസാ. പുള്ളിക്ക് ആ ഒരു മറ്റേ ആ ബിഗ് ഡോഗ്സിന്റെ അകത്ത് എന്നാ ഹോട്ട് ഡോഗ്സ് ആ പാട്ടിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ശൈലൊക്കെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ. നൈസ് 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 നൈസ്. പ്രതീക്ഷിക്കാനുള്ള സാധനമുണ്ട്. വരട്ടെ. അപ്പം